റേഷൻ കടയിൽ പോയി വിരലടയാളം പതിപ്പിക്കാൻ നോക്കുമ്പോൾ മെഷീൻ ചതിക്കാറുണ്ടോ? സെർവർ ഡൗൺ ആണെന്ന് കേട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന് മടുത്തിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണിത്. ഇനി റേഷൻ വാങ്ങാൻ വിരലടയാളം വേണ്ട. പകരം നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. റേഷൻ വിതരണ രംഗത്ത് വരാനിരിക്കുന്ന വിപ്ലവകരമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബയോമെട്രിക് സംവിധാനത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ഡിജിറ്റൽ ഫുഡ് കറൻസി എന്ന പുതിയ സംവിധാനം ഇപ്പോൾ വരികയാണ്. നിലവിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി മേഖലയിലാണ് ഇതിന്റെ പൈലറ്റ് പ്രോജക്റ്റ് വിജയകരമായി ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഡിജിറ്റൽ ഫുഡ് കറൻസി? വളരെ ലളിതമാണ്. ഓരോ റേഷൻ കാർഡ് ഉടമയുടെയും മൊബൈൽ ഫോണിൽ ഒരു ഡിജിറ്റൽ വാലറ്റ് ഉണ്ടാകും. എല്ലാ മാസവും 1-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ അർഹമായ റേഷൻ വിഹിതത്തിനുള്ള ഡിജിറ്റൽ കൂപ്പണുകൾ ഈ വാലറ്റിലെത്തും. നിങ്ങൾ റേഷൻ കടയിൽ ചെന്ന് കട ഉടമയുടെ QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി. നിമിഷങ്ങൾക്കുള്ളിൽ കൂപ്പൺ റിഡീം ചെയ്യപ്പെടുകയും നിങ്ങളുടെ ആവശ്യമുള്ള ധാന്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം സർക്കാർ കൊണ്ടുവന്നത്? നമുക്കറിയാം, നിലവിലുള്ള ബയോമെട്രിക് സംവിധാനത്തിൽ വിരലടയാളം പതിയാത്തതും സെർവർ തകരാറുകളും ഒക്കെ വലിയ പ്രശ്നമാണ്. അത് പല വീട്ടമ്മമാരും ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് പ്രായമായവർക്കും കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഒക്കെ തന്നെ വിരലടയാളം കൃത്യമായി ലഭിക്കാതെ റേഷൻ വിഹിതം നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പരാതികൾക്ക് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് സ്കാനിംഗ് സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീങ്ങുന്നത്. ഇത് റേഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുകയും സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ സംവിധാനം വരുന്നതോടെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഒട്ടും തന്നെ ചെറുതല്ല. ഓരോ മാസവും നിങ്ങൾക്ക് എത്ര കിലോ അരി, ഗോതമ്പ്, പഞ്ചസാര എന്നിവ ലഭിക്കുന്നുവെന്ന് മൊബൈൽ സ്ക്രീനിൽ മുൻകൂട്ടി കാണാൻ കഴിയും. ഡിജിറ്റൽ രസീത്, അതായത് ഇതിനൊരു സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ രസീത് തത്സമയം നിങ്ങളുടെ ഫോണിൽ തന്നെ ലഭ്യമാകും. ഓരോ കാർഡ് ഉടമയ്ക്കും വേണ്ടി സർക്കാർ എത്ര രൂപയാണ് ചെലവഴിക്കുന്നതെന്ന വിവരം പോലും ഇനി സാധാരണക്കാരന് വിരൽ തുമ്പിൽ അറിയാൻ കഴിയും. അഹമ്മദാബാദിലെ 25 റേഷൻ കാർഡ് ഉടമകളിൽ നടത്തിയ പരീക്ഷണം വൻ വിജയമായതോടെ വരും ദിവസങ്ങളിൽ ഈ പദ്ധതി രാജ്യവ്യാപകമായി നടപ്പിലാക്കാനാണ് അധികൃതരുടെ തീരുമാനം. സാങ്കേതിക വിദ്യ സാധാരണക്കാരന്റെ ജീവിതത്തെ എത്രത്തോളം എളുപ്പമാക്കുന്നു എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണ്. ഇനി റേഷൻ കടയിലെ നീണ്ട ക്യൂവും വിരലടയാളം പതിയുമോ എന്ന ആശങ്കയൊക്കെ പഴങ്കഥയാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.